ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു സവാളയും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ വെള്ളരിക്കയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇത് വേവിച്ചെടുക്കാമേ. തേങ്ങയെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഇത് വെന്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. പിന്നീട് എന്നിട്ട് വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് ചൂടാക്കി എടുക്കുകയാകാവൂ, തിളപ്പിക്കരുത്. ഇതിൻ്റെ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളക് അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്